ഹായ് ഫ്രണ്ട്സ്, സുബുജ് പ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡിൽ ചെയ്യുന്ന ഡോക്യുമെന്റ് എങ്ങനെ പാസ്വേഡ് കൊടുത്ത് പ്രൊട്ടക്ട് ചെയ്തിടാം. പാസ്വേഡ് കൊടുത്ത് ഡോക്യുമെന്റിനെ പ്രൊട്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് നമ്മുടെ ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്ത് കണ്ടന്റ് ഒന്നും കാണാൻ സാധിക്കില്ല. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നിങ്ങൾ ഫയൽ ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഫയൽ ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ലിസ്റ്റ് ഓഫ് മെനൂസ് താഴെ താഴെ കാണാനായിട്ട് സാധിക്കും. അവിടെ ഇൻഫോ എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് മറ്റ് 3 ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിൽ ആദ്യത്തെ ഓപ്ഷനായ പ്രൊട്ടക്ട് ഡോക്യുമെന്റിൽ ക്ലിക്ക് ചെയ്യുക. പ്രൊട്ടക്ട് ഡോക്യുമെന്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഡ്രോപ്പ് ഡൗൺ മെനു വരും. അവിടെ രണ്ടാമത്തെ ഓപ്ഷനായ എൻക്രിപ്റ്റ് വിത്ത് പാസ്വേഡ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് കൊടുക്കുമ്പോൾ ഇപ്പൊ ഇവിടെ എൻക്രിപ്റ്റ് ഡോക്യുമെന്റ് എന്നൊരു മെനു വന്നു. ഇവിടെ എന്ത് പാസ്വേഡ് ആണോ നിങ്ങൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഏത് പാസ്വേഡ് കൊടുത്താണോ ഡോക്യുമെന്റ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത്, ആ ഒരു പാസ്വേഡ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനൊരു പാസ്വേഡ് കൊടുത്തു. ദെൻ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് പാസ്വേഡ് ഒന്നുകൂടി ടൈപ്പ് ചെയ്യാനായിട്ട് പറയും. അവിടെ അഗെയിൻ നമ്മൾ കൊടുത്ത സെയിം പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമ്മുടെ ഡോക്യുമെന്റ് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുണ്ട്. ശേഷം ഞാനിത് സേവ് ചെയ്യുകയാണ് കേട്ടോ. ദെൻ സേവ് ചെയ്തു. ഞാൻ ഡെസ്ക്ടോപ്പിൽ 1 2 3 എന്ന് പറയുന്ന പേരിൽ ഞാൻ എന്റെ ഡോക്യുമെന്റ് സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ദെൻ ഇനി എന്റെ ഡോക്യുമെന്റ് ഞാൻ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് പാസ്വേഡ് ചോദിക്കും. അപ്പോൾ എക്സിസ്റ്റിംഗ് ഡോക്യുമെന്റിനെ ഞാൻ പാസ്വേഡ് കൊടുത്ത് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കാണിച്ചു തന്ന ആ ഒരു ഡോക്യുമെന്റിനെ ഞാൻ ഈ പരിപാടികളെല്ലാം ചെയ്തിട്ട് ഞാൻ ക്ലോസ് ചെയ്യുകയാണ്. ക്ലോസ് ചെയ്തതിനു ശേഷം ഡെസ്ക്ടോപ്പിൽ 1 2 3 എന്ന് പറഞ്ഞിട്ട് സേവ് ആയിട്ടുണ്ട്. ഞാൻ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്തപ്പോഴത്തേക്ക് പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ടും നമ്മൾ കൊടുത്ത പാസ്വേഡ് ടൈപ്പ് ചെയ്താൽ മാത്രമേ എനിക്ക് ആ ഒരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ഇവിടെ പാസ്വേഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്തു. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ദെൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി? എന്റെ ഡോക്യുമെന്റ് കാണാനായിട്ട് സാധിച്ചു കേട്ടോ. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡോക്യുമെന്റ് നിങ്ങളുടെ ഓഫീസിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒക്കെ ടൈപ്പ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരാൾ കയറി കണ്ട് അതിനെ എഡിറ്റ് ചെയ്യാൻ പാടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പാസ്വേഡ് കൊടുത്ത് പ്രൊട്ടക്ട് ചെയ്ത് ഇടാനായിട്ട് സാധിക്കും. സോ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാവരും ഈ ഒരു ടാസ്ക് ചെയ്തു നോക്കുക. എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ പുതിയതായിട്ട് ഏതെങ്കിലും ഒരു കണ്ടന്റിൽ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സജഷൻസ് കമന്റ് ബോക്സിൽ ഇടാവുന്നതാണ്. സോ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. എല്ലാ ഫ്രണ്ട്സിനും താങ്ക് യു വെരി മച്ച്.